ഇന്ന് തൊടി കൂടെ ഇങ്ങനെ പാലക്ക ചീര പറിക്കാൻ വന്നാ കേട്ടോ കറി വെക്കാൻ. അപ്പം നല്ല തുഗ്ഗൻ്റെ ഉണ്ട്, അത് നല്ല രസം ഉപ്പേരി വെച്ചാൽ. ഉപ്പേരിയല്ല, വെറുതെ വാട്ടിയിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മളെ തൊടിയിൽ എന്താ പറയുക, തുഗ്ഗൻ്റെ പറിക്കാൻ വന്നല്ലോ. കോഴിക്കളുണ്ട്, അവർക്ക് ഫുഡ് കൊടുക്കാനാന്ന് വിചാരിച്ചിട്ട് ഓടി വന്നിക്കുക. അപ്പം ഇതിങ്ങനെ പറിച്ചാൽ ചൊറിയൊക്കെ ചെയ്യും. അപ്പം ഇതിന് കവറിട്ട് ഇങ്ങനെ പറിക്കുക കേട്ടോ. നല്ല ഇലയാണ്, വലിയ ഇല ഉണ്ടോ. അത് വാടിയാൽ അധികം ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാ. അപ്പം ഇത് ചൊറിയെന്ന് പറഞ്ഞത് കഴിക്കാണ്ടിരിക്കരുത് കേട്ടോ. ഇത് വേവിച്ചാൽ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല, അത് പറിക്കുമ്പോൾ ഒത്തിരി ചൊറിയുന്നുള്ളൂ. കണ്ടോ, അപ്പം ഞാനിങ്ങനെ തുമ്പ് കൊടുക്കാൻ ഇങ്ങനെ പൊട്ടിക്കുക കേട്ടോ. നല്ല ചൊറിച്ചിലൊക്കെ ചൊറിയും കേട്ടോ, പക്ഷെ കവർ ഇട്ടതുകൊണ്ട് ചൊറിയൊന്നുമില്ല. ഇപ്രാവശ്യം കിട്ടൂലെന്ന് വിചാരിച്ചു. തൊടി കൂടി ഒന്നും നോക്കുമ്പോൾ കാണാനില്ല, പക്ഷെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കഴിക്കാനുള്ള ഉണ്ട് കേട്ടോ. ഇല്ലല്ല വരിമുളക് ഇട്ടു. ചീന പറങ്കിയും തുകച്ചീരിയാണ് കേട്ടോ. തുകച്ചീരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇനീഷ്യലുണ്ട് കേട്ടോ, തുകച്ചീരി എന്ന് പറഞ്ഞിട്ട്, തുകച്ചീരിക്കാരെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് വാഴത്തോട്ടത്തിൽ കൂടി നടക്കാൻ പോയതോടെ രണ്ടിലൊന്ന് കാര്യം ഉണ്ടായിട്ടോ. അരിമുളക് കിട്ടും, മഷ്റൂം കിട്ടും. അപ്പോൾ ദിവസം ഞങ്ങൾ ഇങ്ങനെ കണ്ടു വെക്കും അരിമുളകൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നിനി പാലക്കച്ചീരയും പരിപ്പും കറിയും, അതുപോലെ തുകച്ചീര ഉള്ളിയിട്ട് വാട്ടിയതും, പിന്നെ നമ്മുടെ സ്വന്തം കോവയ്ക്ക കേട്ടോ. അപ്പം തുകച്ചീര ഞാൻ പെട്ടെന്ന് അർജൻറ്റ് കൂടിയപ്പോൾ ഞാൻ കയ്യിലെ കവറൊക്കെ എടുത്തിട്ടാണ് കഴുകി വൃത്തിയാക്കിയത്. പക്ഷെ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. നമ്മൾ ഹാർട്ട് വരെ പൊട്ടിപ്പോകുന്ന ചൊറിച്ചിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് കഴുകി വൃത്തിയാക്കുമ്പം വലിയ ചൊറിച്ചിൽ ഉണ്ടാവില്ലല്ലോ, വെള്ളം കൂട്ടിയിട്ടല്ലേ കഴുകുന്നത്. അപ്പം പെട്ടെന്ന് അങ്ങനെ കഴുകിയപ്പം പിന്നെ ചൊറിച്ചിൽ നിൽക്കില്ല കേട്ടോ. പക്ഷെ വേവിച്ച സമയത്ത് കുറച്ചങ്ങോട്ട് മാറിയിട്ടോ. അപ്പം ഇല വെന്തപ്പം കയ്യിലെ ചൊറിച്ചിൽ മാറിയിട്ടോ. വെന്തപ്പം കണ്ടോ, അങ്ങനെയാണ് കേട്ടോ, അറ്റങ്ങനെ. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. നമ്മളെ പാലക്കാച്ചീരക്കറി റെഡി ആയിട്ടുണ്ട്. പാലക്കാച്ചീരക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഞാൻ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.